ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒറ്റപ്പെടലും ഏകാന്തതയെ കുറിച്ചാണ്. ലോൺലിനെസ്സും ഐസൊലേഷനും. നമുക്ക് ആദ്യം ഒറ്റപ്പെടൽ എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഒറ്റപ്പെടൽ അതൊരു തീരുമാനമാണ്. ഞാൻ എന്നെ തന്നെ ചില വ്യക്തികളിൽ നിന്ന് ഞാൻ എന്നെ തന്നെ ഒറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ ഒറ്റപ്പെടുത്തുന്നു. അതെല്ലാം തീരുമാനത്തിന്റെ ഭാഗമാണ്. പക്ഷെ ലോൺലിനെസ് എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരുടെ കൂടെ ആയിരിക്കുമ്പോഴും, നമ്മൾ ഫ്രണ്ട് സർക്കിളിലായിരിക്കുമ്പോൾ, നമ്മുടെ റിലേറ്റീവ്സിന്റെ കൂടെ ആയിരിക്കുമ്പോഴും നമുക്ക് ഏകാന്തത അത് അനുഭവിക്കാൻ സാധിക്കും. ഏകാന്തത ഒരു ഫീലിംഗ് ആണ്. ഒറ്റപ്പെടൽ, ഐസൊലേഷൻ അത് ഡിസിഷനാണ്. ഏകാന്തത എന്ന് പറഞ്ഞാൽ അത് ആബ്സെൻസ് ഓഫ് പീപ്പിൾ അല്ല, വ്യക്തികളുടെ അഭാവമോ അസാന്നിധ്യമോ അല്ല, അത് ആബ്സെൻസ് ഓഫ് കണക്ഷൻ ആണ്. നമുക്ക് മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാവരും നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും മറ്റുള്ളവരുമായിട്ട് നമുക്ക് ബന്ധപ്പെടുവാനോ അവരുമായിട്ട് ഒരു ആശയവിനിമയം നടത്തുവാൻ സാധിക്കാത്തൊരവസ്ഥയാണ് ലോൺലിനെസ് എന്ന് പറയുന്നത്. നമുക്കിതിനെ എങ്ങനെ അതിജീവിക്കാൻ സാധിക്കും? ഞാൻ രണ്ട് അതിപ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. ചില പഠനങ്ങൾ നമ്മൾ കാണിക്കുന്നത് വായനാശീലം ഏകാന്തതയെ അതിജീവിക്കുവാൻ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: നല്ലൊരു ബുക്ക് നമ്മൾ തിരഞ്ഞെടുത്ത് വായിക്കുമ്പോൾ അതിലെ കഥാപാത്രങ്ങളുമായിട്ട് നമുക്ക് ബന്ധം സ്ഥാപിക്കാൻ അത് നമ്മളെ സഹായിക്കുന്നു. ഏകാന്തത എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് കണക്ഷൻ ആണ്. വായിക്കുന്ന പുസ്തകത്തിന്റെ കഥാപാത്രവുമായി, അതേപോലെ തന്നെ ആ ഗ്രന്ഥകർത്താവിന്റെ ആശയങ്ങളുമായിട്ട് നമുക്ക് ഒരു ബന്ധം സ്ഥാപിക്കുവാൻ അത് സഹായിക്കും. രണ്ടാമതും ഏറ്റവും അതിപ്രധാനപ്പെട്ടതുമായ കാര്യം പ്രാർത്ഥിക്കുക. പ്രാർത്ഥന നമ്മളെ ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തുന്നു. നമ്മളെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര വലിയ ഏകാന്തതയിൽ നിന്നും മാനസികമാകുന്ന സമ്മർദ്ദങ്ങളിൽ നിന്നും നമ്മളെ വിടുവിക്കുവാൻ നമ്മുടെ ദൈവം സർവശക്തനാണ്. വിശുദ്ധ വേദപുസ്തക പ്രകാരം പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും മറക്കുകയില്ല, ഒരു നാളും ഉപേക്ഷിക്കുകയുമില്ല. ഒരു നാളും നമ്മളെ ഉപേക്ഷിക്കാത്ത, മറക്കാത്ത ആ യേശു കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.